നമ്മൾക്ക് സൃഷ്ടിക്ക് നന്ദി പറയാം, ബ്രഹ്മത്തിന് നന്ദി പറയാം, അല്ലാഹു തആലാക്ക് നന്ദി പറയാം, യഹോവയ്ക്ക് നന്ദി പറയാം, വായുഗുരുവിന് നന്ദി പറയാം. നമ്മൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ സൃഷ്ടിക്ക് നമുക്ക് നന്ദി പറയാം. ഈ ജന്മം ആ മതത്തിൽ, ആ വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് അനുഭവങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും അതത് മതത്തിൽ വിശ്വസിച്ച് വളരുന്നതിന് വേണ്ടിയിട്ട് ജനിച്ചിരിക്കുന്നത്. നമ്മളിൽ എല്ലാവരിലും അടങ്ങിയിരിക്കുന്ന ആ ഊർജം, നമ്മളാവുന്ന ആ ബോധം, അതിൻ്റെ തലം എന്നുള്ളത് ഒരേ ഒരു സോഴ്സാണ്, ഒരേ ഒരു ഊർജത്തിൻ്റെ ഉറവിടമാണ്. ആ ഊർജം എന്നുള്ളത് പ്രപഞ്ചം മുഴുവനും അടങ്ങിയിരിക്കുന്ന ചെറു കണികകളും കണികകളുടെ കൂട്ടങ്ങളും ആണ്. അതിന് നമ്മൾ പറയുകയാണെങ്കിൽ ആറ്റങ്ങളും തന്മാത്രകളുമായിട്ട് പറയാൻ പറ്റും. ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന കൂട്ടങ്ങളെയാണ് നമ്മൾ തന്മാത്രകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ചെറു ചെറു ബോധതലങ്ങൾ, ചെറിയ ചെറിയ ബോധതലങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന ഒരു സ്വരൂപം നേടുന്ന ബോധതലമാണ് ആ രൂപത്തിൽ, ആ ഭാവത്തിൽ വരുന്നത്. ഇപ്പം എന്നിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ സ്രോതസ്സ് എന്നുള്ള, അല്ലെങ്കിൽ എന്നിലടങ്ങിയിരിക്കുന്ന ബോധതലം എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ബോധതലത്തിന് തുല്യമായിട്ടുള്ളതാണെന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ വളർച്ച അല്ലെങ്കിൽ ആവിർഭാവം എന്നുള്ളത്, അതിൻ്റെ പുരോഗമനം എന്നുള്ളതിൻ്റെ മേലെ വിശ്വാസങ്ങൾ എന്നുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ കിടക്കുന്ന നെഗറ്റീവ് എനർജീസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആ ബോധതലം എന്നുള്ളത് തൽക്കാലത്തേക്ക് മറഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും, അതിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടും ആ ഊർജത്തിൻ്റെ, ആ സ്രോതസ്സിൻ്റെ ശരിയായ തലം അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട്, അത് അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ എന്നുള്ളത് ഏത് മതവിശ്വാസത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സത്യം, സാഹോദര്യം, സ്നേഹം, വാത്സല്യം, അങ്ങനെയുള്ള കരുണ, അങ്ങനെയുള്ള ഒരുപാട് ശബ്ദങ്ങളിൽ, ഒരുപാട് നമ്മളുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ള ഭാവങ്ങളിൽ നമ്മൾക്കത് അനുഭവിച്ചറിയാൻ പറ്റും. അത്തരത്തിലുള്ള ഭാവങ്ങൾക്ക് മാത്രമേ നമ്മൾക്ക് കൂടുതൽ സന്തോഷം പകരാൻ പറ്റൂ. സന്തോഷം തരാൻ പറ്റൂ. കാരണം ആ സ്രോതസ്സിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ നന്മകളാണ്. ആ നന്മകൾ നമ്മൾ, അല്ലെങ്കിൽ ഞാൻ ആവുന്ന, നിങ്ങളാവുന്ന ഓരോ ഊർജത്തിൻ്റെ കൂട്ടങ്ങളും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഭൂതലത്തിൽ നമ്മൾ ജന്മമെടുത്തിരിക്കുന്നത്. നമ്മളിൽ എല്ലാവരിലും അടങ്ങിയിരിക്കുന്ന ഊർജ സ്രോതസ്സ് ഒന്നും, അതിലേക്ക് വരുന്ന ഊർജം എന്നുള്ളത് ഒരേ സ്രോതസ്സിൽ നിന്നാണ് എന്നുള്ള ബോധം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ തലത്തിൽ, നമ്മളുടെ ഓരോ വളർച്ചയ്ക്കനുസരിച്ചിട്ടുള്ള ഭാവത്തിലേക്ക് മാറുന്നത്. നമ്മൾ
അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ടാസ്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രവൃത്തി എന്താണോ, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കഴിവ് എന്താണോ, ആ കഴിവ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ജന്മത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, അതാണ് അതിൻ്റെ യഥാർത്ഥ ആവശ്യം എന്നുള്ളത്. ഈ ഭൂതലത്തിൽ ജന്മമെടുക്കുന്നതിൻ്റെ ആവശ്യം എന്നുള്ളത് തന്നെ അത് തന്നെയാണ്. അപ്പോൾ ആ ഊർജ്ജസ്രോതസ്സിൽ അടങ്ങിയിരിക്കുന്ന, സൃഷ്ടി പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ നന്മയുടെ ഭാവങ്ങൾ, സ്നേഹം, കരുണ, അങ്ങനെയുള്ള എല്ലാ ഭാവങ്ങളും, സന്തോഷം, അതെല്ലാം നമ്മൾ ഓരോരുത്തരും അവരവർ തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും, തിന്മഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മളിൽ നിന്ന് പുറത്ത് പോകുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മളിവിടെ ഉള്ളതെന്നും നമ്മൾക്ക് തിരിച്ച് ചെല്ലേണ്ടത് ആ സ്രോതസ്സിലേക്കാണ് എന്നുള്ളതും, നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ധ്യാനം ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിതത്തെ കാണുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ ആ ജീവിതത്തെ അങ്ങനെ കാണുന്നതിന് വേണ്ടിയിട്ടും ആ അനുഭവത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടും ആണ് ധ്യാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ ധ്യാനം ചെയ്തുകൊണ്ട് ആ ആനന്ദത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നീങ്ങുക എന്നുള്ളതാണ്. ഇതിൻ്റെ വിശദീകരണം ഇനിയും വരും ദിവസങ്ങളിൽ ഞാൻ തരാം. അപ്പോൾ അതുവരെ എല്ലാവരും ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തന്നെ ധ്യാനം എന്നുള്ളതാണ്. ധ്യാനത്തിൻ്റെ ആവശ്യം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു രീതി എന്നുള്ള അത് ഉദ്ദേശം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. എല്ലാവരും ധ്യാനം ചെയ്ത് ആ അവസ്ഥയിലേക്ക്, പരമമായ ആനന്ദം എന്ന് പറയുന്നത് സന്യാസികൾക്ക് മാത്രമാണോ എന്ന് വിചാരിക്കരുത്. ഒരിക്കലുമല്ല. നമ്മൾ ഒരിക്കലും ഒരു സന്യാസിയായി മാറുന്നില്ല. സന്യാസിയുടെ ജീവിതം എന്നുള്ളത് എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞ് മാറിക്കൊണ്ട്, അകന്നിരുന്നു കൊണ്ട്, ഹിമാലയത്തിൽ ചെന്നിരുന്നു കൊണ്ട് ധ്യാനിക്കുക എന്നുള്ളതല്ല എന്ന് പത്രി സാറ് നമ്മൾക്ക് പറഞ്ഞു തരികയും, നമ്മളുടെ ജീവിതം ഏത് ആവശ്യത്തിനാണോ നമ്മൾ ജനിച്ചിരിക്കുന്നത്, അതായത് നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ട്, നല്ല ഒരു ഭൗതിക ലോകത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പ്രവർത്തികളും ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ ആത്മാവിൻ്റെ ആനന്ദത്തിന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ആ പരമാത്മാവ് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ സന്യാസി ആവുന്നതിന് വേണ്ടിയിട്ടാണ് ധ്യാനം ചെയ്യുന്നത്, നമ്മൾ ചെയ്യണമെന്ന്. ഒരിക്കലുമല്ല. സന്യാസി ആവുന്നതിന് വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും മോചിതനായിട്ട് അല്ലെങ്കിൽ മോചിതയായിട്ട് ആ തലം എന്താണ് എന്ന് ഉണർന്നുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, മുക്തി എന്നുള്ള ഭാവം എന്താണ് എന്ന്, അല്ലെങ്കിൽ ആ തലത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ആ ആനന്ദം അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിത്യം ചെയ്യേണ്ടുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് പരമമായ ആ ആനന്ദം എന്നുള്ളത് അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ധ്യാനത്തിലേക്ക് വന്നിരിക്കുന്നത്. കഷ്ടതകൾ നമ്മൾക്ക് തോന്നുന്നുണ്ടാവും, തോന്നൽ മാത്രമാണ് എന്നുള്ളതും, അതിൻ്റെ അപ്പുറത്തേക്ക് പരമമായ ആ ആനന്ദത്തിൻ്റെ, സ്വത്വത്തിൻ്റെ, സൃഷ്ടിയുടെ ഭാവത്തിലേക്ക് ഞാൻ എന്ന ആത്മാവ് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ ബോധത്തോട് കൂടിയിട്ട് ആ സ്രോതസ്സിലേക്ക് ഞാൻ അലിഞ്ഞു ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഭാവം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ധ്യാനം ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾക്ക് ഇനിയും കൂടുതൽ വ്യക്തതയോട് കൂടിയിട്ട് അത് അറിയാൻ ശ്രമിക്കാം.
തീർച്ചയായും ധ്യാനം ചെയ്യുക. മനസ്സാ വാച കർമ്മണ, ശുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുക, നല്ലതായ ചിന്തകൾ കൊണ്ടുവരിക. അവനവൻ്റെ ആത്മാനാത്മനുദ്ധാനം, അവനവൻ്റെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ആ സ്രോതസ്സിലേക്കുള്ള നമ്മളുടെ യാത്രയാണ് ഈ ജീവിതം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും മനസ്സിലാക്കിക്കൊണ്ടും ആ സ്രോതസ്സിലേക്കുള്ള നമ്മളുടെ അലിഞ്ഞു ചേരലിന് വേണ്ടിയിട്ടുള്ള ശുദ്ധീകരണമാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ധ്യാനം വഴി എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഭൂതലത്തിലുള്ള നമ്മളുടെ ജീവിതം മറിഞ്ഞ് അടുത്ത തലത്തിലേക്കുള്ള ജീവിതത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയാണ് ധ്യാനമെന്നും ഇത് ആ യാത്രയിലുള്ള ഓരോ ഭാവങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ധ്യാനം ചെയ്യുക. ആത്മാനാത്മനുദ്ധാനം എല്ലാവർക്കും അത് തന്നെ സംഭവിക്കട്ടെ എന്ന് സർവീശ്വരനായ സൃഷ്ടിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കാം. കീപ് ഡൂയിങ് മെഡിറ്റേഷൻ, കീപ് റോക്കിംഗ് യുവർ ലൈഫ്, എൻജോയ് യുവർ ലൈഫ്. Every moment we all must enjoy our life because we are the source, and that source has everything that we are looking for and looking forward for. അദ്ദേഹത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഭാവങ്ങളും നമ്മിലേക്ക്, നന്മഭാവങ്ങളെല്ലാം തന്നെ നമ്മിലേക്ക് അദ്ദേഹം ചൊരിഞ്ഞു തരട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് എല്ലാവരും ധ്യാനം ചെയ്യുക.